ആദ്യം എന്നെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ തന്നെ അറിയാം. എൻ്റെ പേര് AM ആസാദ് കൊട്ടാരത്തിൽ, വർക്കലയാണ് സ്വദേശം. ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ MD ആണ്. UAE കേരളത്തിലാണ്. ഒരു മാസം മുമ്പ് എൻ്റെ ഒരു വണ്ടി മോഷണം പോയായിരുന്നു. ഒന്നര മാസം മുമ്പ് എൻ്റെ ഒരു വണ്ടി മോഷണം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വണ്ടി മോഷണം പോയപ്പോഴത്തേക്കും ഇവിടെ ഞാൻ നിയമപരമായ രീതിയിൽ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ MLA മാർക്ക് ഒക്കെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് ഒരു പരിഹാരം കാണാത്തത് കൊണ്ട് ഞാൻ അവരുടെ രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് റേഷന്റെ മോളെ പേരിലുള്ള വണ്ടി ആയതുകൊണ്ട് വണ്ടി അത് കൂടാതെ തന്നെ എൻ്റെ കുറച്ച് ഡോക്യുമെന്റ്സ് വന്നതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വണ്ടി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണതാണ്. ഞാൻ ഹിറ്റ് മീഡിയ ത്രൂ കല്ലമ്പലം പ്രസ് മീറ്റിങ്ങിൽ ബന്ധപ്പെടുകയും അവരുടെ കല്ലമ്പലം പ്രസ് മീറ്റിങ്ങിന്റെ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ, അതിന്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ വണ്ടി കണ്ടുകിട്ടി. അത് വണ്ടി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വർക്കലയുള്ള ഒരു വ്യക്തി, സുധീർ എന്ന പുള്ളിയുടെ പേര്, എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ആ മെസ്സേജ് വർക്കല സ്റ്റേഷനിൽ വിളിക്കാൻ സ്റ്റേഷനിലെ നമ്പർ എൻ്റെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹിറ്റ് മീഡിയയുടെ മിസ്റ്റർ തായറിനെ വിളിക്കുകയും അദ്ദേഹം വഴി ഈ മെസ്സേജ് ഫുള്ളായിട്ട് നമ്മുടെ കല്ലമ്പലം പ്രസ് ക്ലബിന് കൈമാറുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളെ കല്ലമ്പലം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് അതിന്റെ കൂടെ ഹിറ്റ് മീഡിയയുടെ ചാനല്, വർക്കല മീഡിയയുടെ ചാനൽ, ഇവര് 3 പേരും വർക്കല വരികയും ഈ വണ്ടി ഇരുന്ന സ്ഥലം കാണുകയും അവിടെ മുതൽ വർക്കല പോലീസ് സ്റ്റേഷനിൽ വേണ്ട എല്ലാ പേപ്പർ വർക്കുകളും എനിക്കൊപ്പം എൻ്റെ ഒരു ഫാമിലി മാതിരി അവരിൽ നിന്ന് രാവിലെ വന്നിട്ട് ഏകദേശം 2:30-3 മണി, ഭക്ഷണം പോലും കഴിച്ചില്ല. ഈ കല്ലമ്പലം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ഭക്ഷണം പോലും കഴിക്കാതെയാണ് നിൽക്കുകയും, അതേപോലെ തന്നെ മറ്റേ മീഡിയക്കാരും ഒരു ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു. എന്നിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ വർക്കല SI സാറിന്റെ പേര് മറന്നു, സക്കീർ സാറിന്റെ കയ്യിൽ വണ്ടി ഏൽപ്പിക്കുകയും സക്കീർ സാർ ത്രൂ നമ്മൾ ഈ വാഹനം റിസീവ് ചെയ്യുകയും ചെയ്തു. അതിന് എനിക്ക് പറയേണ്ട ഒരു മെസ്സേജ് നമ്മളെ കേരള സമൂഹത്തോട്, ഞാൻ വളരെ ബുദ്ധിമുട്ടി നിന്ന ഒരു സിറ്റുവേഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച കല്ലമ്പലം പ്രസ് ക്ലബിന്റെ ആ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയുണ്ടോ അവർക്ക് എന്റെ വ്യക്തിപരമായ പേരിലും എന്റെ സ്ഥാപനമായ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിലും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. കാരണം പാവപ്പെട്ടവന് സഹായിക്കുന്ന ഒരു പ്രസ് ക്ലബാണ് കല്ലമ്പലം പ്രസ് ക്ലബ് എന്നുള്ള ഒരു ധാരണ ഇന്ന് എനിക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കല്ലമ്പലം പ്രസ് ക്ലബിന്റെ അതിലെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, മറ്റു മെമ്പേഴ്സ് ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും ഞാനിതിന് കടപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതിനോടൊപ്പം ഓൺലൈൻ മീഡിയയിൽ ആരൊക്കെ ഈ വണ്ടി കണ്ടു കിട്ടാൻ വേണ്ടി ഏതെല്ലാം ചാനലുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം ന്യൂസ് പേപ്പറുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അവർക്കും എന്റെ പേരിലും എന്റെ സ്ഥാപനമായ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ പേരിലും ഞാൻ ഒരിക്കൽ കൂടി
ഞാൻ നിർദ്ദേശിച്ചു. എനിക്ക് പറയാനുള്ള എന്റെ പ്രവാസി സുഹൃത്തുക്കളോട്, നിങ്ങൾക്കെല്ലാം അറിയാം, ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്ക് എന്നെ അറിയാം. ഞാനൊരു ബിസിനസ്മാൻ ആണ് UAE-ല്. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. എന്റെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പുകളുണ്ട്. ഞാൻ മെമ്പേഴ്സ് ഉള്ളതുണ്ട്, ഞാൻ മെമ്പേഴ്സ് അല്ലാത്തതുണ്ട്. ഏകദേശം 48 ഗ്രൂപ്പോളം നമ്മുടെ പ്രവാസിയിൽ, ഖത്തർ, അബുദാബി, UAE, സൗദി, ആ മേഖലകളിൽ ഞാനും അംഗമാണ്. നിങ്ങൾക്കറിയാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ്, പ്ലീസ് എല്ലാവരും, ഞാനൊരു സാധാരണക്കാരനാണ്, അതാണ് എൻ്റെ ജീവിതം, നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു സാധാരണക്കാരന് ഭയമില്ലാതെ, ഇനി ബിസിനസ്മാൻ ആയിക്കോട്ടെ, ഭയമില്ലാതെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ധൈര്യമായിട്ട് കല്ലമ്പലം പ്രസ് ക്ലബ്ബ് ഇവരെ നമ്മൾക്ക് ധൈര്യമായിട്ട് ബന്ധം. ഇതൊരു പരസ്യമല്ല, എന്നെ അറിയാവുന്ന എല്ലാ പ്രവാസികൾക്കും ഞാൻ തരുന്നൊരു മെസ്സേജ്. ഒത്തിരി പേര് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രവാസ ലോകത്തും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. കാരണം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ, കാരണം എനിക്ക് സ്ഥാപനം ഉള്ളത് കൊണ്ട് എന്റെ PRO വർക്ക്, നമ്മൾ PRO വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കറിയാം ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കല്ലമ്പലം പ്രസ് ക്ലബിന്റെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം. അത് കൊടുക്കണം കേട്ടോ സാറേ, പ്ലീസ് നോട്ട് ചെയ്തിട്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ അവരെ വിളിക്കാം, അല്ലെ പോലീസിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം, കംപ്ലൈന്റ് ചെയ്യാം, എന്താണോ നിങ്ങൾക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും എന്റെ ഒരു 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 പ്രശ്നം വന്നപ്പോൾ അതിന്റെ കറക്റ്റ് റിസൾട്ട് എനിക്ക് കല്ലമ്പലം പ്രസ് ക്ലബ് മുഖാന്തരം കിട്ടി. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എനിക്കറിയാം നമ്മൾ പ്രവാസികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ സമീപിക്കുക. അവര് നിങ്ങൾക്കൊപ്പം ഒരു ഫാമിലിയായി നിന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. കാരണം പോലീസിൽ ബന്ധപ്പെടണം, ഒക്കെ മറ്റുള്ള ഉദ്യോഗസ്ഥരെ. പക്ഷെ ചാനൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, അവരുടെ ഓൺലൈൻ ചാനലുകളുണ്ട്, അവർക്ക് തന്നെ പത്രമാധ്യമങ്ങളുണ്ട്. കാരണം ഇത് പറയാനുള്ള കാരണം, കല്ലമ്പലം പ്രസ് ക്ലബിനെ ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം the second day I got it my wife. What a goodness, big surprise, believe me that. ഇത് ജെന്യൂനായ എന്റെ അനുഭവം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് പ്ലീസ് ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ബുദ്ധിമുട്ടുള്ളവര് ഡയറക്റ്റ് ഏത് രാത്രിയിൽ അവരെ വിളിക്കുക, പോലീസിൽ വിളിക്കാം, അവരെ വിളിക്കാം. നിങ്ങൾക്ക് താങ്ക് യു.